Hi friends, did you ever visit a cath lab or catheterization laboratory? അതൊരു അടിപൊളി ഫുൾ ലെൽഡഡ് ഷീൽഡഡ് ആയിട്ടുള്ള ഒരു ചാമ്പറാണ്. കൈൻഡ് ഓഫ് എക്സാമിനേഷൻ റൂം ഇൻ എ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് വിത്ത് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ ആർട്ടറീസ് ആൻഡ് ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ട്രീറ്റ് എനി കൈൻഡ് ഓഫ് സ്റ്റീനോസിസ് ഓർ അബ്നോർമാലിറ്റീസ്. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് ദ കാത്ത് ലാബ്, നോട്ട് ദ പ്രൊസീജിയർ. ദ പ്രൊസീജിയർ നല്ലൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ കാത്തറ്ററൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഈസ് യൂസ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ്. അതിന് വേണ്ടിയിട്ടൊരു തിൻ ട്യൂബായിട്ടുള്ള കാത്തറ്റർ പെർക്യൂട്ടേനിയസ്ലി സ്കിന്നിലൂടെ ആർട്ടറിയിലേക്ക് കടത്തി വിടുകയാണ്. ത്രൂ തൈ ഓർ അപ്പർ തൈ ഓർ റിസ്റ്റ് അല്ലെങ്കിൽ ഗ്രോയിൻ അല്ലെങ്കിൽ നെക്ക്, ആം, ഇതിലേതെങ്കിലും ഒരു ഭാഗത്തു കൂടെ നമ്മുടെ ഹാർട്ടിലേക്ക് ആർട്ടീരിയൽ ഹൈവേ വഴി ത്രെഡൻ ചെയ്തിട്ട് കടത്തി വിടുന്നതിനെയാണ് കാത്തറ്ററൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വേറെ സ്പെഷ്യൽ ഡൈ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ കൊറോണറി ആർട്ടറി ടു റിവീൽ എനി പോസിബിൾ ബ്ലോക്കേജസ്. നമുക്ക് എക്സ്റേ വഴി കാണാൻ പറ്റും ഈ ഡൈ കടത്തി പോകുമ്പോൾ അത് എവിടേക്കൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ എക്സ്റേ കൂടി ഇതിൻ്റെ കണ്ടിന്യൂസ് എക്സ്പോഷറാണ് എക്സ്റേയുടെ. നമുക്ക് എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് ശരിക്കും? പ്രൊസീജിയർ ഇങ്ങനെയാണെങ്കിലും ഇത് പല കാര്യങ്ങൾക്ക്, ധാരാളം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. ഒന്ന് ഇൻ്റർവെൻഷൻ പ്രൊസീജിയേഴ്സ് ലൈക്ക് ആൻജിയോഗ്രാഫി ഓർ ആൻജിയോഗ്രാം, അതായത് നമ്മുടെ വെസൽസിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇമേജ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി PTCA, നാരോ ആർട്ടറീസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബലൂൺ വെച്ച് കടത്തി വിടുന്നു. കാത്തറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബലൂൺ വെച്ച് കടത്തി വിടുന്നു. അപ്പോൾ നാരോ ആർട്ടറീസ് ഒക്കെ ഓപ്പൺ ആവും. സ്റ്റെൻറ്റിങ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു മെഷ് ട്യൂബ് പോലത്തെ ഒരു സാധനം വെസൽസിലൂടെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് കടത്തി വിടുന്നതാണ് സ്റ്റെൻറ്റിങ്. സെപ്റ്റൽ ക്ലോഷർ ഡിവൈസസ് എന്ന് പറയുമ്പം സ്ട്രക്ചറൽ ഹാർട്ട് ഡിഫെക്ട്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ എന്തെങ്കിലും ക്യാൻസർ ആയിട്ടുള്ള ടിഷ്യൂസ് കാണുകയാണെങ്കിൽ, ബയോപ്സിയിൽ കാണുകയാണെങ്കിൽ അവിടുത്തെ ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ സെപ്റ്റൽ ക്ലോഷർ ഡിവൈസ് ഉപയോഗിക്കുന്നത്. എത്തറക്ടോമി അറിയാമല്ലോ, അതായത് ആർട്ടീരിയൽ പ്ലാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാത്തറ്ററിനെ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ ത്രോംബെക്ടോമി ആകുമ്പോഴോ ആർട്ടീറീസിലുള്ള ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ റിതം കറക്റ്റ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ പേസ് മേക്കർ, അതുപോലെ ICD ഇംപ്ലാന്റേഷനൊക്കെ നമ്മൾ കാത്തറ്ററൈസേഷൻ ലാബാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. കാത്ത് ലാബിൻ്റെ ലൊക്കേഷൻ എപ്പോഴും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറുമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിലാവുമ്പോൾ ഇതിൽ കണ്ടിന്യൂസ് എക്സ്റേ എമിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് കൂടുതലായിരിക്കും. അതിനുള്ള പ്രൊട്ടക്ഷൻ ഓർ ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറാണ് മോസ്റ്റ് പ്രിഫേർഡ്. ഹയർ ഫ്ലോറിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഏരിയയ്ക്ക് ഈ റേഡിയേഷൻ സ്പ്രെഡ് ആവും. രണ്ടാമത്തെ റീസൺ, ഗ്രൗണ്ട് ഫ്ലോർ വെക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഓഫ് ദ ബിൽഡിങ്ങിനെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്യുപ്മെൻറ്റ് നല്ല സൈസും വെയിറ്റും ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ആനവാതിൽ വഴി കയറ്റിക്കഴിഞ്ഞാൽ നമുക്കത് സെറ്റപ്പ് ചെയ്ത് ഒരു മുക്കിൽ വയ്ക്കാം. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചാലുള്ള പൊതുവെയുള്ള ഇഷ്യൂസ്, കൂടുതൽ ആൾക്കാർ കയറി വരുന്നത് കൊണ്ട് ഡസ്റ്റും അതുപോലെ വൈബ്രേഷൻസും കൂടുതലായിരിക്കും. സോ വൈബ്രേഷൻ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡസ്റ്റ് സെൻസിറ്റീവ് ആണ് ഈ എക്യുപ്മെൻറ്റ് എങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറാണ് മോസ്റ്റ് പ്രിഫേർഡ്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ് നേരത്തെ നമ്മൾ നോക്കി വയ്ക്കണം. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെ കയറ്റാൻ വകുപ്പില്ലെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അവിടുത്തെ വോളൊക്കെ പൊട്ടിച്ച് അവിടേക്ക് ഇത് കയറ്റിയിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിൽ ആദ്യം പോയതിൽ. അപ്പോൾ അതിനും നല്ലത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കുകയാണ്. സോ ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിങ്ങിനനുസരിച്ച് അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കൂടി നോക്കണം. ദ കാത്ത് ലാബ് ഷുഡ് ബി ലൊക്കേറ്റഡ് വിത്ത് റെഡി ആക്സസ് ടു ദ ICU, കാർഡിയാക്, OT, എമർജൻസി റൂം ഓർ കാഷ്വാലിറ്റി, ക്രിട്ടിക്കൽ കെയർ ഏരിയ, ഇമേജിംഗ്, കാർഡിയാക് OP ആൻഡ് വാർഡ്സ്. കാത്ത് ലാബിലെ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? മെയിനായിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്ന പ്രൊസീജിയർ റൂം, ഒരു കോംപ്രഹെൻസീവ് പ്രൊസീജിയർ റൂം, ദെൻ കൺട്രോൾ റൂം, പേഷ്യൻറ്റ് പ്രിപ്പറേഷൻ റൂം ആൻഡ് റിക്കവറി റൂം, പിന്നെ സ്റ്റാഫ് സപ്പോർട്ട് റൂമിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫ് ലോക്കേഴ്സ്, ഷവർ, ചേഞ്ച് റൂം, എക്യുപ്മെൻറ്റ് സ്റ്റോറേജ് റൂം, ഫാമിലി വെയിറ്റിംഗ് ലോഞ്ച്, നഴ്സ് സ്റ്റേഷൻ, പിന്നെ സം ക്ലിനിക്കൽ സോൺസ്. ഇത്രയാണ് വേണ്ടത്.
പ്രൊസീജിയർ റൂമാണ് കാത്ത് ലാബിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട, സെൻട്രൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു ഏരിയ. സോ ഇതില്ലെങ്കിൽ കാത്ത് ലാബ് ഇല്ല എന്ന് തന്നെ. അപ്പോൾ 500 to 600 സ്ക്വയർ ഫീറ്റാണ് ACCA സ്റ്റാൻഡേർഡ് പ്രകാരം പ്രൊസീജിയർ റൂമിന് വേണ്ടത്. ACCA എന്ന് പറയുമ്പോൾ എയർ കണ്ടീഷനിങ് കോൺട്രാക്ടർ ഓഫ് അമേരിക്ക. അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ASHRAE സ്റ്റാൻഡേർഡ്, പിന്നെ AHA സ്റ്റാൻഡേർഡ്. AHA എന്ന് വെച്ചാൽ അമേരിക്കൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ. ASHRAE ASHRAE അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ റൂമിന് തൊട്ടടുത്തായിട്ട് കൺട്രോൾ റൂം വേണം എന്നുള്ളതാണ്. അപ്പോൾ കൺട്രോൾ റൂമിന് ഇതുപോലെ ACCA സ്റ്റാൻഡേർഡ് പ്രകാരം 150 to 200 സ്ക്വയർ ഫീറ്റാണ് വേണ്ടത്. മാത്രമല്ല അവർക്ക് കൗണ്ടർ സ്പേസ്, സ്റ്റോറേജ്, സിങ്ക് ആൻഡ് കമ്പ്യൂട്ടർ ടെർമിനൽസ് ഇതൊക്കെ പ്രൊസീജിയർ റൂമിൻ്റെ ഉള്ളിൽ വേണം. കൺട്രോൾ റൂമാണെങ്കിൽ ഇവിടെ കൺട്രോൾ പാനൽസ് ഫോർ ഇമേജിങ്. കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇമേജിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഹീമോഡൈനാമിക് മോണിറ്റേഴ്സ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന മറ്റു കാര്യങ്ങൾ. പ്രൊസീജിയർ റൂമിൻ്റെ ഫ്ലോറിനേക്കാളും കുറച്ച് എലവേറ്റഡ് ആയിട്ടായിരിക്കും ഇവിടുത്തെ ഫ്ലോർ. കാരണം നമുക്ക് ഡയറക്റ്റ്ലി ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടി, പ്രൊസീജിയർ റൂമിലേക്ക് ഒരു ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ റൂം കുറച്ച് എലവേറ്റ് ആയിട്ടാവും ഇരിക്കുക പ്രൊസീജിയർ റൂമിനേക്കാളും. അടുത്ത പേഷ്യൻ്റ് ഹോൾഡിംഗ് ഏരിയ. അഡീഷണൽ സ്പേസ് ആണ്, കാരണം പെട്ടെന്ന് കാത്ത് ലാബിക്ക് കുറേ പേര് വരുമ്പോൾ അവർക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ. പിന്നെ അവർക്ക് ബെഡ് സൈഡ് മോണിറ്റേഴ്സ് ഉണ്ട് ഫോർ ECG, ബ്ലഡ് പ്രഷർ ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ. റിക്കവറി റൂം എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകണേക്കാൾ മുമ്പായിട്ട് അഗെയിൻ അവരുടെ സേഫ്റ്റി മാനേജ് ചെയ്യുന്നു. ഇനി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യുക. കാരണം കാത്തറ്റർ ഇൻസേർട്ട് ചെയ്ത ആ ഒരു സൈറ്റിൽ ഇനി വല്ല ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് ഓർ അതർ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഒരു 1 to 6 hours റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് റിക്കവറി റൂം. മാത്രമല്ല അതിൻ്റെ ഇടയിൽ നഴ്സസിന് പേഷ്യൻ്റ് ഡിസ്ചാർജ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക, കാരണം ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇതിന് ശേഷം ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ സൈൻസ് ആഫ്റ്റർ ദിസ് പ്രൊസീജിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു സ്ഥലം റിക്കവറി റൂമാണ്. So it not only enhances the experience of the patient but assists with the flow and functionality of the lab. Next, family waiting area. ഇതിന് നമ്മൾ പ്രൊസീജിയർ റൂമിനോട് അടുത്ത് വെക്കാൻ കാരണം ദിസ് allow family and loved ones to be close to the patient and make it easier for the cardiologist to visit the family before or after the procedure. ഇതിന് ബ്രീഫിംഗ് റൂം എന്നും പറയും. കാരണം what are the products and services personalized to that patient, ഏത് വേണമെന്ന് ഫാമിലിനോട് ചോദിച്ച് കൺസെൻറ്റൊക്കെ വാങ്ങാനുള്ളൊരു ഏരിയ ആണത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്റ്റെൻറ്റ് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഇത്ര റുപ്പീസ്, അതർ ബ്രാൻഡ് അല്ലെങ്കിൽ അതർ കമ്പനി ആണെങ്കിൽ കാശ് കൂടുകയാണെങ്കിൽ അത് പറയുക. ബിക്കോസ് അതിന് ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടി ഉണ്ട്, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഒരു ആർട്ടറി എന്നുള്ള കാത്തറ്ററൈസേഷൻ ആണെങ്കിൽ ഇത്ര റുപ്പീസ്, അങ്ങനെ 3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ 3 വെസൽസിന് ഇത്ര റുപ്പീസ് ആവും. വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദിസ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ ഫാമിലിനോട് സംസാരിക്കണം. എംബോളിസം എന്നുള്ളൊരു ഡിസീസ് സീരിയസ്, ഞാനിവിടെ പറയാൻ കാരണം നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ട് എംബോളിസം? അതൊരു സീരിയസ് മെഡിക്കൽ കണ്ടീഷനാണ്. സഡൻ ബ്ലോക്കേജ് ഓഫ് ദ ആർട്ടറി ഉണ്ടാവുക, യൂഷ്വലി കോസ്ഡ് ബൈ ഡിറ്റാച്ച്ഡ് ബ്ലഡ് ക്ലോട്ട് ഓർ എയർ ബബിൾ ഓർ ഫാറ്റ് ഗ്ലോബ്യൂൾ ഓർ അതർ ഫോറിൻ മെറ്റീരിയൽ. അതിങ്ങനെ ബ്ലഡ് സ്ട്രീമിലൂടെ പല സ്ഥലത്തേക്കും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഫ്റ്റർ ദ പ്രൊസീജിയർ ആയിരിക്കും ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരികയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ബിഫോർ ആണെങ്കിൽ അത് നമുക്ക് എന്താ ഇഷ്യൂ എന്ന് ചില സമയത്ത് പ്രൊസീജിയറിൻ്റെ ഇടയിലാവും നമുക്ക് മനസ്സിലാവും. വേറെ കോംപ്ലിക്കേഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ബ്രീഫിംഗ് റൂം, അതൊരു കൗൺസിലിംഗ് പോലെ നമ്മൾ ഫാമിലി ആയിട്ട് സംസാരിക്കാനുള്ളൊരു ഏരിയ ആണത്. അടുത്തത് ലോക്കേഴ്സ് ഓർ ലോഞ്ച് ഫോർ ദി സ്റ്റാഫ്. ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊസീജിയറിന് ആവശ്യം വേണ്ട എക്യുപ്മെൻ്റ് ലൈക്ക് കാത്തറ്റർ, ഗൈഡേഴ്സ്, ബലൂൺ, സ്റ്റെൻറ്റ്, ഗൈഡേഴ്സ് ഇത് മാത്രം സൂക്ഷിക്കുന്ന ഒരു ഏരിയ മാത്രമായിട്ടല്ല, നമുക്ക് ഇപ്പോൾ വരുന്ന പേഷ്യൻറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കാനും അതുപോലെ സ്റ്റാഫ്സിൻ്റേതായ എക്യുപ്മെൻറ്റ്സ് സൂക്ഷിക്കാനും ഒരു ലോഞ്ച് എന്തായാലും ആവശ്യമാണ്. ഒരു സ്റ്റാഫ് ലോഞ്ച് ആൻഡ് ലോക്കർ ഫെസിലിറ്റി നല്ലതായിരിക്കും.
സ്ക്രബ് സ്റ്റേഷനും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ഹൈ ഹൈജീൻ സിങ്ക് യൂണിറ്റ് ആണ്, യൂസ്ഡ് ബൈ കാർഡിയോളജിസ്റ്റ്, നഴ്സസ് ആൻഡ് ടെക്നീഷ്യൻസ് ടു സ്ക്രബ് ദെയർ ഹാൻഡ്സ് ആൻഡ് ആംസ് ബിഫോർ പെർഫോമിംഗ് ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഇലക്ട്രോഫിസിയോളജി സ്റ്റഡീസ്. സ്റ്റെയിൻലെസ് സ്റ്റീലോണാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫുൾ ക്ലീൻ ആക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ കാത്ത് ലാബ് എന്ന് പറയുന്നത് മാക്സിമം 99.9% സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പിന്നെ ഒരു സൈഡിൽ ക്ലിനിക്കൽ സോൺസ് കൊടുക്കാം, ഹോൾട്ടർ മോണിറ്റർ, EKG, എക്കോ, പിന്നെ പേസ് മേക്കർ, അതുപോലെ ടിൽറ്റ് ടെസ്റ്റ്, ത്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റ്, എക്സാമിനേഷൻ, അതുപോലെ കൺസൾട്ടേഷൻ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു റൂം, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് റൂം, ഇതൊക്കെ കൊടുക്കണം. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ ഒരു പെയിൻലെസ് ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതുപോലെ TTT ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടിൽ ടേബിൾ ടെസ്റ്റിംഗ്, ഇലക്ട്രോഫിസിയോളജിക്കാർ ചെയ്യുന്നതാണ് ടിൽ ടേബിൾ ടെസ്റ്റിംഗ്. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഫെയിൻറ്റിങ്, അല്ലെങ്കിൽ കിതപ്പ് വരിക, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിലെ വേരിയേഷൻ, ഹാർട്ട് റേറ്റ്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ത്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്. ഈ ത്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റിൽ ഹാർട്ട് സ്റ്റിമുലേറ്റ് ആക്കാൻ പറ്റാത്ത, അതായത് ഫിസിക്കലി എക്സർസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും റോഡ് ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഫിസിക്കലി വീക്കായിട്ടുള്ള ആൾക്കാർക്ക് കെമിക്കൽ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇൻജെക്ട് മെഡിക്കേഷൻ ത്രൂ an IV ടു സ്റ്റിമുലേറ്റ് ദ ഹാർട്ട്സ് റെസ്പോൺസ് ടു ദ എക്സർസൈസ്. അഡിനോസിൻ, ഡൊബുട്ടാമിൻ, അങ്ങനത്തെ കെമിക്കൽസാണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഫിസിയോളജി പഠിക്കുക, അതുപോലെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിനുള്ളതാണ് ക്ലിനിക്കൽ സോൺസ്. ഹോൾട്ടർ മോണിറ്റർ ആയാലും, അതുപോലെ പേസ് മേക്കർ ആയാലും, ത്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റ്, അതുപോലെ കെമിക്കൽ ടെസ്റ്റ്, അതിനൊക്കെ വേണ്ടി നമ്മൾ ഏറ്റവും താഴെ കുറച്ച് ക്ലിനിക്കൽ സോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഒരു കൗൺസിലിംഗ് റൂം, അതുപോലെ റെസ്റ്റ് റൂം, ഏതൊരു ഹോസ്പിറ്റലായാലും റെസ്റ്റ് റൂം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേണം. അങ്ങനെ ഇതാണ് നമ്മുടെ ലേഔട്ടിൽ എന്തായാലും വേണ്ട കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. മെയിൻ കമ്പോണൻസ് എന്തായാലും ഒഴിവാക്കേണ്ട: പ്രൊസീജിയർ റൂം, കൺട്രോൾ റൂം, പേഷ്യൻ്റ് ഹോൾഡിംഗ് ഏരിയ, റിക്കവറി ഏരിയ, ഫാമിലി വെയിറ്റിംഗ് ഏരിയ, പിന്നെ സ്റ്റാഫ് ആൻഡ് സപ്പോർട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലോക്കേഴ്സ്, ചേഞ്ചിങ് റൂം, എക്യുപ്മെൻറ്റ് സ്റ്റോറേജ് റൂം, പിന്നെ കുറച്ച് ക്ലിനിക്കൽ സോൺസ്, അല്ല ഇലക്ട്രോഫിസിയോളജിക്കലായിട്ടുള്ള ചെയ്യേണ്ട കുറച്ച് ഏരിയാസ്. പിന്നെ നമുക്കിത് ഹൈബ്രിഡ് കാത്ത് ലാബ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇൻസൈഡിൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ, അതായത് ഹൈബ്രിഡ് OT ഉണ്ടാവണം. അതുപോലെ ഈ EP ലാബ്സ് ഉള്ളിൽ തന്നെ, പ്രൊസീജിയർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു സെറ്റപ്പുമായ നമ്മുടെ ഹൈബ്രിഡ് കാത്ത് ലാബായി. ആർക്കിടെക്ചറൽ റിക്വയർമെൻറ്റ് ഓഫ് എ കാത്ത് ലാബ്. ദർ ഇസ് എൻ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എബവ് ദ ഫിനിഷ്ഡ് സീലിംഗ് ലൈൻ. എന്തിനായിരിക്കും? നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അഡിക്വേറ്റ്ലി സ്പേസ് ആവശ്യമാണ്. അതുമാത്രമല്ല, കുറേ ഓക്സിജൻ ലൈൻ ആ വഴി പോകുന്നുണ്ടാവും. ലൈക്ക് 5 വാക്വം സെക്ഷൻ വേണം, 2 ഓക്സിജൻ ലൈനും, അതുപോലെ 1 നൈട്രസ് ഓക്സൈഡ് ആൻഡ് 1 നൈട്രജൻ ഔട്ട്ലെറ്റും മിനിമം റിക്വയർമെൻ്റ് ആണ് ഫോർ എ കാത്ത് ലാബ്. എക്യുപ്മെൻറ്റ് റൂമിന് കൺട്രോൾ റൂമിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. പക്ഷേ ഇത് കൺട്രോൾ റൂമിന് ഡയറക്റ്റ്ലി എക്യുപ്മെൻറ്റ് റൂമിന് അക്സസിബിലിറ്റി ഉണ്ടെങ്കിലും പ്രൊസീജിയർ റൂമിൽ നിന്ന് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ദ സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ് റിഗാർഡിംഗ് ഇൻഫെക്ഷൻ കൺട്രോൾ, റേഡിയേഷൻ സേഫ്റ്റി ആൻഡ് എക്യുപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് കൺട്രോൾ. നമ്മൾ നോക്കി എക്യുപ്മെൻറ്റ് സ്റ്റോറേജ് റൂം ആകുമ്പോൾ അവിടെ ഡസ്റ്റി പിടിച്ച കുറേ കമ്പ്യൂട്ടർ പാഡ്സ്, അല്ലെങ്കിൽ എക്സ്റേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നത്, അങ്ങനെ പലതുണ്ടാവും. മാത്രമല്ലെങ്കിൽ അതിന് മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ കൂടുതൽ ഡസ്റ്റി ആവാൻ ചാൻസ് ഉണ്ട്. സോ പ്രൊസീജിയർ റൂമിൽ നിന്ന് നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തണം എക്യുപ്മെൻറ്റ് റൂമിനെ. എന്നാൽ കൺട്രോൾ റൂമിന് കുറച്ചും കൂടി അക്സസിബിലിറ്റി ഉണ്ട് പ്രൊസീജിയർ റൂമിലേക്ക്. മാത്രമല്ല, ഈ ഒരു റൂം കംപ്ലീറ്റ്ലി ലെഡ് ലൈൻഡ് ആയിരിക്കണം. നമുക്ക് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാൾസ്, ഡോർസ് ആൻഡ് വിൻഡോസ്, പിന്നെ വിൻഡോ ഫ്രെയിംസ് ഇൻക്ലൂഡിങ് ദ ഗ്ലാസ്, വിഷൻ, എവറിത്തിങ് നമ്മൾ ലെഡ് കൊണ്ട് അടച്ച് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കണം. ലബോറട്ടറിയുടെ
ഡോർ സൈഡിലായിട്ട് ആണ് അഡ്ജസൻ്റ് ആയിട്ടാണ് സ്ക്രബ് സ്റ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ക്ലീൻ ചെയ്യാനുള്ള ഒരു വെറ്റ് ഏരിയ വേണ്ടത്. പിന്നെ സർജിക്കൽ സപ്ലൈസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റും എക്യുപ്മെൻറ്റ്സൊക്കെ ക്രാഷ് കാർട്ട് വഴിയായിട്ടാണ് കൊണ്ടുപോകുക. അതൊക്കെ CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി സ്റ്റെറിലൈസ്ഡ് ആൻഡ് ഡീകണ്ടാമിനേറ്റഡ് വാഷ്ഡ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെയെല്ലാം സ്റ്റെറൈലായിട്ട് സൂക്ഷിക്കാനൊരു സെക്ഷൻ വേണം. അതാണ് നമ്മുടെ CSSD. അതായത് യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റെറൈലാണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ഹോസ്പിറ്റലിന് ഒന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റും ഈ ഒരു ലാബിലേക്ക് ആവശ്യമുണ്ട്. കാരണം ഫുള്ളി സ്റ്റെറൈൽ എൻവിറോൺമെൻറ്റാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പ്രൊസീജിയർ ടേബിൾ ഉണ്ടല്ലോ പ്രൊസീജിയർ റൂമിൽ, ഒരു ട്രാൻസ്പാരൻ്റ് ആണ്. അതിൻ്റെ അണ്ടറിൽ കുറച്ച് ഏരിയ ഉണ്ട്. അത് റെസ്ട്രിക്റ്റഡ് സ്പേസാണ്. നമുക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ എന്തെങ്കിലും സ്മോൾ ഐറ്റംസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ദ ഏരിയ അണ്ടർ ദ പ്രൊസീജിയർ ടേബിൾ ഈസ് റെസ്ട്രിക്റ്റഡ് സ്പേസ് ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ടു സ്റ്റോർ എക്യുപ്മെൻറ്റ്. കാരണം എന്താണെന്നറിയോ? പ്രൊസീജിയർ ടേബിള് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും ചില ടേബിൾ. സോ അതിൻ്റെ അടിയിലൊന്നും വെക്കാൻ പാടില്ല. റേഡിയോ ട്രാൻസ്ലൂസൻറ്റ് സ്വിങ് 90 ഡിഗ്രി. അപ്പോൾ റിവേഴ്സ് ടെൻഡൽബർഗ് കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ ഇതിനെ എല്ലാ ആംഗിളിലും കറങ്ങാനുള്ള കഴിവുള്ള ടേബിളായിരിക്കും നമ്മൾ വെക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ സ്പേസിൽ വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല. മാത്രമല്ല റൂമിലെ എയർ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ്സിൽ. എയർ സർക്കുലേഷൻ പെർ അവർ 25 എയർ എക്സ്ചേഞ്ച് നടക്കണം എന്നാണ്. നേരത്തെ ട്രെൻഡൽബർഗ് എന്ന് പറഞ്ഞില്ലേ, അതെന്നറിയോ? ഇറ്റ്സ് എ 8-way മൂവ്മെൻറ്റ് or a feature built into a specialized cath lab table to help the physician get the best possible X-ray images of the heart. നല്ല ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് 8 ആംഗിൾ അല്ലെങ്കിൽ പല രീതിയിലെല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടേബിളിനെയാണ് ട്രെൻഡൽബർഗ് ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ എയർ കണ്ടീഷനിൽ നമ്മൾ ലാമിനാർ എയർ ഫ്ലോനെ പറ്റിയിട്ട് പറയണം. അതൊരു പോസിറ്റീവ് എയർ സർക്കുലേഷനാണ്. അതായത് മുകളിൽ നിന്ന് പുതിയ എയർ വരും, താഴെ ഒരു 3 to 4 എയർ റിട്ടേൺ വെൻസ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു സൈഡിലിങ്ങനെ ഉണ്ടാവും. വെൻസ് വന്ന എയർ താഴേക്കൂടെ പോവും, വീണ്ടും ആ എയർ മുകളിൽ പോയി താഴേക്ക് വരും. അങ്ങനൊരു കംപ്ലീറ്റ് സർക്കുലേഷൻ ഓഫ് എയർ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പോസിറ്റീവ് എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു കേളിംഗ് അപ്പാണ്. താഴെ വരുമ്പോൾ താഴ്ന്ന ആ വെൻറ്റിലൂടെ പുറത്ത് പോയി വീണ്ടും മുകളിൽ നിന്ന് ഫ്രഷ് എയർ വരുന്നു. അങ്ങനെയാണിത്. ഗ്രൗണ്ടിൽ നിന്ന് 160 സെൻറ്റിമീറ്റർ മുകളിലായിരിക്കും ഈ എയർ റിട്ടേൺ വെൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 3 to 4 എയർ വെൻസ് ഗ്രൗണ്ടിൽ വേണം എന്നാണ് പറയുന്നത്. സീലിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ലേഔട്ട്. സീലിംഗ് എന്ന് വെച്ചാൽ ആലോചിക്കുമ്പോൾ ദർ ഷുഡ് ബി നോ കൊളിഷൻ ബിറ്റ്വീൻ the different components of the ceiling, like light ഉണ്ടാവും, monitors, LED shielding, imaging machines. Everything must be carefully mapped so the moving parts don't crash into each other and don't make any spark or lightnings. സീലിങ്ങിൽ വേറൊരു മെയിൻ ഐറ്റമാണ് ബൂംസ് ആവശ്യമാണ്. ബിക്കോസ് ദ ഡിസ്പ്ലേ മോണിറ്റേഴ്സ് ആൻഡ് ഓൾസോ ഡോക്യുമെൻറ്റേഷന് വേണ്ട കാര്യങ്ങൾ, മെഡിക്കൽ ഗ്യാസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും എഫേർട്ട്ലെസ്ലി സ്വിങ് ചെയ്യുന്ന ഒരു ഹൈലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് മൗണ്ടഡ് ആമാണ് ബൂം. സീലിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തിക്ക് നമുക്ക് പേഷ്യൻറ്റിന് വേണ്ട ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, വേക്കം, നൈട്രസ് ഓക്സൈഡ് ഏതാ വേണ്ടത് അത് കൊടുക്കാനും, അതുപോലെ മറ്റേ ഡിസ്പ്ലേ മോണിറ്റേഴ്സിനൊക്കെ ഒരു മൂവബിളായിട്ടുള്ള മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ പോലത്തെ ഒരു സാധനം സീലിംഗ് നിന്നാണ് വരുന്നത്. അതാണ് ബൂം. മാത്രമല്ല ഈ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മറ്റ് യൂട്ടിലിറ്റീസിനൊക്കെ ഈ ബൂം ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇനി ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ആം ആവുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പണ്ടൊക്കെ ന്യൂമാറ്റിക് അല്ലെങ്കിൽ എയർ പവേർഡ് ആയിട്ടുള്ള
ബൂമായിരുന്നു. അതാവുമ്പോൾ ഭയങ്കര നോയ്സി ആയിരിക്കും. പേഷ്യൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൂംസ്. നെക്സ്റ്റ് നമ്മൾ അനസ്തേഷ്യൻ്റെ അത്ര മെഡിക്കൽ ഗ്യാസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അനസ്തേഷ്യ എക്യുപ്മെൻ്റ് ഉണ്ടല്ലോ, അത് പേഷ്യൻറ്റിൻ്റെ ഹെഡിനോട് നിയർ ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ. മാത്രമല്ല അതിന് മാക്സിമം സ്വിങ് ചെയ്യാനും, ഇത് എല്ലാ ഡയറക്ഷനിലേക്കും ബെഡ് പൊസിഷനനുസരിച്ച് അതിനെ സ്വിങ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഹസാർഡ്സ് ആയിട്ടുള്ള ഈ അനസ്തേഷ്യ ഗ്യാസസിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടായിരിക്കണം. സേഫ്റ്റി പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അനസ്തെറ്റിക് ഗ്യാസസ് പേഷ്യൻറ്റിൻ്റെ ഹെഡിൻ്റെ ഇവിടെ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഹസാർഡസ് കണ്ടീഷൻസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും അവെയർ ആയിരിക്കണം. പിന്നെ മിനിമം നമുക്ക് പിന്നെ ഈ ഗേഷ്യസ് ഔട്ട്ലെറ്റ് എന്തോരം വേണം എന്നാണ് പറയാൻ പോകുന്നത്. ത്രൂ ദ ബൂം 30 ഡിഗ്രി സ്വിങ് ചെയ്യാനുള്ളൊക്കെ ക്യാപ്പബിലിറ്റി ഉണ്ട്. അതിൽ 5 വാക്വം സെക്ഷൻ, 2 ഓക്സിജൻ സെക്ഷൻ, 1 നൈട്രസ് ഓക്സൈഡ് ആൻഡ് 1 നൈട്രജൻ ഗ്യാസസിൻ്റെ ഓരോ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവണം. പിന്നെ എല്ലാതും ഈ സീലിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇൻട്രസ്റ്റീഷ്യൽ സ്പേസസ് കൂടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസാണ്. ത്രൂ ഇലക്ട്രിസിറ്റി എല്ലാം ആ സെയിം വഴി കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തി പ്ലാൻ ചെയ്യണം. ദെൻ ലൈറ്റ്നിങ് ആൻഡ് പവർ. ഈ സർജിക്കൽ ലൈറ്റ്നിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഫുൾ ടൈം ഫങ്ഷണൽ ആയിരിക്കണം. എല്ലാ ലൈറ്റും വർക്കബിളാണ് ആവേണ്ടത്. പിന്നെ ഓപ്പറേറ്റിംഗ് ടേബിളിൻ്റെ എല്ലാ സ്ഥലത്തേക്കും റീച്ച് എത്തണം അക്രോസ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. അതിനെ സ്വിങ് ചെയ്യാനും ഒക്കെ ഉള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവണം സർജിക്കൽ ലൈറ്റ്സിന്. പിന്നെ ജനറൽ ലൈറ്റ്സിൻ്റെ പ്രത്യേകത, അത് ഷാഡോലെസ് ആയിരിക്കണം, ഡിമ്മബിൾ ആക്കാൻ പറ്റണം. പിന്നെ സർജിക്കൽ ലൈറ്റും ജനറലിലുള്ള റൂം ലൈറ്റ്സും തമ്മിലൊരു കംപ്ലീറ്റ് സെപ്പറേറ്റ് സർക്യൂട്ട്സിലൂടെ വേണം. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ടിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻറ്റിനെ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കാത്ത് ലാബിൻ്റെ പ്രൊസീജിയർ റൂമിലേക്കുള്ള സർജിക്കൽ ലൈറ്റ്സ് എൻറ്റയർലി സെപ്പറേറ്റ് ആയിരിക്കണം വിത്ത് സാധാരണ ജനറൽ റൂം ലൈറ്റ്സുമായിട്ട്. ടോട്ടൽ 24 ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് വേണം എന്നാണ് പറയുന്നത്. ഒരു കാത്ത് ലാബിൽ എത്ര ഔട്ട്ലെറ്റ്സ് വേണം? മിനിമം 24 ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് വേണം. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ്. പിന്നെ ഒരു കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അലാം സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം വേണം. കാരണം എന്തെങ്കിലും കാർഡിയക് അറസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി സമ്മോൺ ദ റിസറക്ഷൻ ടീം ടു ദ കാത്ത് ലാബ്. അതിന് വേണ്ടിയിട്ടൊരു കോഡ് ബ്ലൂ അലാമിങ് സിസ്റ്റം കാത്ത് ലാബിൽ വേണം. അപ്പോൾ ഡീപ്പ് ഫൈബ്രിലേറ്റർ അതൊക്കെ ആയിട്ട് അവർ വരും, എന്നിട്ട് രോഗിയെ രക്ഷിക്കും. എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് അടുത്ത് പറയുന്നത്. സോ നമ്മൾ ഇമേജിങ് ടെക്നോളജിയിൽ നമ്മളൊരു റൈറ്റ് ക്യാമറ എങ്ങനെ ചൂസ് ചെയ്യും? ഹോസ്പിറ്റൽ ബഡ്ജറ്റ് നോക്കണം. പിന്നെ ഡോക്ടറിൻ്റെ പ്രിഫറൻസ്, അതുപോലെ ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്യാമറ ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ. പിന്നെ ഇമേജ് ഇൻറ്റൻസിഫയേഴ്സ് ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. പല സൈസിലും അത് വന്നിരുന്നു. ഹാർട്ടിനൊക്കെ ആണെങ്കിൽ സ്മോൾ സൈസ്, ആംസ് ആൻഡ് ലെഗ്സൊക്കെ അതിന് സൈസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ലാർജ് ഇമേജ് ഇൻറ്റൻസിഫയർ ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ മോഡേൺ ഒരു ഫ്ലാറ്റ് പാനലാണ് ഇപ്പം നമുക്ക് ഒരു സുപ്പീരിയർ ചോയ്സ് എന്ന് പറയാൻ പറ്റുക. കാരണം അതിൻ്റെ റേഡിയേഷൻ എക്സ്പോഷർ കുറവാണ്. മാത്രമല്ല ബെറ്റർ പിക്ചേഴ്സ് യൂസ് ചെയ്യാം. എല്ലാ ടൈപ്പ് ആംസിനായാലും ലെഗ്സിനായാലും ഹാർട്ടിനായാലും ഒക്കെ സെയിം ഇത് ഉപയോഗിച്ചാൽ മതി. സെപ്പറേറ്റ് വേണ്ട. അതാണ് ഫ്ലാറ്റ് പാനൽസിൻ്റെ ഉപകാരം. നമുക്ക് ഒന്ന് ബെറ്റർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമേജിങ് ഡിവൈസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പാനൽസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കിട്ടിയ ഇമേജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടാവില്ലേ, റെപ്പോസിറ്ററി. ആദ്യമൊക്കെ കോമ്പാക്ട് ഡിസ്ക് ആയിരുന്നു. ഇപ്പോൾ ഇത് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ചിപ്സിലാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ ഡാറ്റ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ഒരു എക്യുപ്മെൻ്റാണ് റൊട്ടേഷണൽ ആൻജിയോഗ്രാഫി. അതിന് വേണ്ടിയിട്ട് അത് 3D ഇമേജിങ്
കിട്ടാൻ വേണ്ടിയിട്ടാണ് റൊട്ടേഷണൽ ആൻജിയോഗ്രാഫി യൂസ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു എക്യുപ്മെൻ്റ് അല്ല, ഒരു സ്റ്റെഫാണ് ഡൈ. അതായത് നമുക്ക് ഫുൾ ബോഡീനെ ട്രാക്ക് ചെയ്യാൻ, അല്ല ബ്ലഡ് വെസൽസിൽ എങ്ങനെ ഈ ഡൈ പോകുന്നത് നോക്കിയിട്ടാണ് ബ്ലഡ് വെസൽസ് എവിടെയാണെന്നൊക്കെ മനസ്സിലാവുക. സോ ഈ ഒരു ട്രാക്കിങ്ങിന് ഡൈ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് വെസൽ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ബോളോസ് ചേസിങ് അല്ലെങ്കിൽ പാനിങ് എന്നൊക്കെ പറയും. പിന്നെ ഈ ഡോറൊക്കെ പേഷ്യൻറ്റിൻ്റെ ബെഡ് മാത്രമല്ല, ഹെവി എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ പുതിയൊരു എക്യുപ്മെൻറ്റും കൂടി അവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുൻകൂട്ടി ആ ഒരു വാതിലൊക്കെ വലിയ സൈസിൽ വേണം പണിയാൻ. അല്ലെങ്കിൽ ഈ മതിലൊക്കെ പൊളിച്ച് സാധനം കൊണ്ടുവന്ന് ബിൽഡിങ്ങൊക്കെ പൊളിച്ച് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. ഈ ഒരു എക്യുപ്മെൻ്റ് അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിപ്പോൾ അതിനനുസരിച്ച് ഡോറിൻ്റെ സൈസ് കൂട്ടണം. ഓപ്പറേറ്റിംഗ് പേഷ്യൻ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ ഹൈ വെയ്റ്റ് കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒന്നതായിരിക്കണം. പേഷ്യൻ്റ് ടേബിൾ ഹൈ വെയ്റ്റ് കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അടുത്തതായിട്ട് കാത്ത് ലാബ് ടീം എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, 2 കാർഡിയോ ഫിസിയോളജിസ്റ്റ്, 3 കാത്ത് ലാബ് ടെക്നീഷ്യൻ, 4 നേഴ്സ്. ഇത്രയും ആൾക്കാരാണ് നമുക്ക് മിനിമം ഒരു കാത്ത് ലാബിൽ വേണ്ടത്. ഇനിയും കൂടുതൽ ഇപ്പോൾ 2 കാർഡിയോ ഫിസിയോളജിസ്റ്റ് ആയാലും കുഴപ്പമില്ല, മിനിമം ഈ 4 പേര് വേണം. അതിൽ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും മെയിൻലി പ്രൊസീജിയർ ക്യാരി ഓൺ ചെയ്യുന്നുണ്ടാവുക. കാർഡിയോ ഫിസിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ റിതം, മറ്റ് ടെക്നിക്കൽ ഡാറ്റ ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. കാത്ത് ലാബ് ടെക്നീഷ്യനാണ് മെയിനായിട്ട് ഇമേജിങ് മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്നതും സർജിക്കൽ ടൂൾസിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതും. നേഴ്സ് ആണെങ്കിൽ പേഷ്യൻ്റ് കെയർ, പിന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, പേഷ്യൻസിൻ്റെ ഓവറോൾ കണ്ടീഷൻ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നേഴ്സിൻ്റെ ജോലി. അപ്പോൾ നമ്മുടെ കാത്ത് ലാബ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാനിങ് ആൻഡ് ഡിസൈൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.